by strengthening knowledge. Sir? Yeah, jolly good. Start it. Oh God, show me my way by strengthening knowledge, alerting diligence, and enlightening wisdom. I believe that my life has a cause. I believe my way is within me, and I'm confident that you bless me to understand my way. Thank you so much for choosing me a cause of word change. Thank you. I believe that my life has a cause. I believe my way is within me, and I'm confident that you bless me to understand my way. Thank you so much for choosing me a cause of word. Thank you. Thank you. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഫിനിഷിംഗ് സ്കൂളിലെ തന്നെ ഒരു കുട്ടി ഇതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോണമോൾ മരിയ, ഡോണമോൾ കുര്യാക്കോസ്, ഡോണമോൾ അവതരിപ്പിച്ച് ഇതിലൂടെ നമുക്ക് This is a 100 days finishing school program conducted by VIBGYOR Institute. The program also implements interactive series of employees from various fields. So far, 15 interactive series have passed. Beyond being a spoken English class, it allows us to learn a lot about jobs in various fields. We are very lucky to have joined in this class. The major programs are Language and Communication Skill Training, PSC and Civil Service Foundation, Book Club and Book Review, Interactive Series, Career Guidance and Counseling. This class is conducted by VIBGYOR Educational and Charitable Trust Kottayur in collaboration with St. Joseph's High School, Adakathod and IJMHS Kottayur. താങ്ക് യു ഡോണ. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് മരിയ ജോമോനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആദ്യ നമസ്കാരം. അസ്തമയ സൂര്യന്റെ പ്രഭാവർണ്ണങ്ങൾ തടയും സന്ധ്യയിൽ അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളും കൊട്ടിയൂർ IJM ഹൈസ്കൂളും വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടത്തുന്ന ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാമിന്റെ പുസ്തക ക്ലബിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ ആഘോഷം ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികളായ ഞങ്ങൾ വായിച്ചു വളരുവാനും ചിന്തിച്ച് വിവേകം നേടുവാനുമാണ് നമ്മുടെ പുസ്തക ക്ലബിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലെ സെന്റ് മേരീസ് ഹബിലെ എല്ലാ പ്രവർത്തകരെയും ഒപ്പം വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ പ്രവർത്തകരെയും ആദ്യം തന്നെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് നമ്മോട് സംസാരിക്കുന്ന മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള കോപ്പറേറ്റീവ് സ്കൂളുകളുടെ മാനേജറായ സ്നേഹബഹുമാനപ്പെട്ട സിജോ അച്ഛനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാമിന്റെ പുസ്തക സംസാരിക്കുന്നതിനായി ഇവിടെ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന തലശ്ശേരി സബ് കളക്ടറായ ശ്രീമതി അനുകുമാരി ഐസിനെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണം നടന്ന അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജറായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീഴേ അച്ഛനെയും നമ്മുടെ പുസ്തക ക്ലബിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലെ സെന്റ് മേരീസ് ഹബിന്റെ ഡയറക്ടറായ ബോണി അച്ഛനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായ സ്നേഹബഹുമാനപ്പെട്ട VC ജോൺസൺ സാറിനെയും കൊട്ടിയൂർ IJM ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായ ബഹുമാനപ്പെട്ട TT സണ്ണി സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക ക്ലബ് എന്ന ആശയം രൂപപ്പെടുത്തുകയും അതിനാവശ്യമായ പുസ്തകങ്ങൾ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാം ട്രെയിനറുമായ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹബഹുമാനപ്പെട്ട ക്ലീൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാമിനൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊട്ടിയൂർ IJM ഹൈസ്കൂളിലെ അധ്യാപകരായ സുനീഷ് സാറിനെയും സ്മിത ടീച്ചറിനെയും ഷിൻസി ടീച്ചറിനെയും ഒപ്പം
അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപകരായ ജോൺസൺ സാറിനെയും സജി സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ആശംസകൾ സംസാരിക്കുന്ന കൊട്ടിയൂർ ഐജെഎം ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ കല്ലടയിൽ തങ്കച്ചൻ ചേട്ടനെയും അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഓൺലൈൻ പഠന സഹായക സമിതി പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ബെന്നിച്ചേട്ടനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാമിനൊപ്പമുള്ള തങ്ങളുടെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്ന അടയ്ക്കാത്തോട് സെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ അസ്ന സലാമിനെയും കൊട്ടിയൂർ ഹൈസ്കൂൾ ഷാജിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധിയായ ആസ്റ്റിൻ സജിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയമായ എല്ലാ അധ്യാപകരെയും മാതാപിതാക്കളെയും എന്റെ എല്ലാ കൂട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മരിയ. അടുത്തതായിട്ട് നമുക്കറിയാം നമ്മുടെ രണ്ട് സ്കൂളും മാനന്തവാടി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ളതാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് ഫാദർ സിജോ ഏലംകുന്നപ്പുഴ കോർപ്പറേറ്റ് മാനേജറിനെ വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വീട്ടിലൊരു ലൈബ്രറി എന്ന ഒരു പുതുപുത്തൻ ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കപ്പെടുമ്പോൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന സബ് കളക്ടർ ശ്രീമതി അനുകുമാരി IAS, അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് സ്കൂളിലെയും മാനേജർമാര്, പ്രധാനാധ്യാപകർ, പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, ഏറെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ ഒരു പുത്തൻ ആശയത്തിന് ഊടും പാവും നൽകി വളരെ മനോഹരമായ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ള രണ്ട് സ്കൂളിലെയും മുഴുവൻ ആളുകളെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഏതാനും കാര്യങ്ങൾ വായനയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഇന്ന് ഈ ഒരു സദസ്സ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതുകയാണ്. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോ, അതൊരു പുത്തൻ ആയുധമാണ്. അതുകൊണ്ട് നീ പുസ്തകം കയ്യിലെടുത്തോളൂ. കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന വാക്കുകളാണ്. സാക്ഷരത പ്രചരിപ്പിക്കാനും വായനയെ പ്രോത്സാഹിപ്പിക്കാനും അതിന്റെ പ്രചാരകർ തെരുവ് തോറും പണ്ട് പാടി നടന്ന വാക്കുകളാണ്. പട്ടിണിയാണെങ്കിലും നീ വായന ശീലിച്ചാൽ നിന്നെ പട്ടിണിക്കിട്ടവനോട്, പട്ടിണിയാകാൻ സാഹചര്യം ഒരുക്കിയവനോട് നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ആയുധമാകുമെന്നതായിരുന്നു ആ കവിത അന്ന് നൽകിയ സന്ദേശം. വായന അറിവ് മാത്രമല്ല നമുക്ക് നൽകുന്നത്, സമൂഹത്തോട് സംവദിക്കാൻ, അനീതിക്കെതിരെ പ്രതികരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിന് വായനയ്ക്ക് കഴിയും എന്ന് നമുക്കറിയാം. വീടുകളിൽ ചെറിയൊരു ഗ്രന്ഥശേഖരം സജ്ജീകരിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ കാലമാണിത്. കാരണം വായനാശീലത്തിന് നല്ലൊരു തുടക്കമാണ് സ്വന്തമായിട്ടൊരു ഗ്രന്ഥശേഖരം ഉണ്ടാവുക എന്ന്. വീട്ടിലെ മുതിർന്നവർ പഠിച്ച പഴയ പുസ്തകങ്ങള്, പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള ലേഖനങ്ങൾ, ഇവയൊക്കെ ഗ്രന്ഥശേഖരത്തിനൊപ്പം സൂക്ഷിക്കാവുന്നതാണ്. അറിവും ആനന്ദവും പകർന്നു നൽകുന്നതിനൊപ്പം വളരുന്ന ലോകത്തോടൊപ്പം അതിവേഗം സഞ്ചരിക്കാനും വായന നമ്മെ സഹായിക്കും എന്നത് തീർച്ചയാണ്. നിങ്ങളുടെ വീട്ടു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും വളമാകട്ടെ. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കും പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും നിങ്ങളെ നയിക്കാൻ വായന സഹായകരമാവട്ടെ. എഴുത്തിനും അതിന്റെ രീതികൾക്കും സങ്കേതങ്ങൾക്കും മാറ്റം സംഭവിച്ച അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഒക്കെ കയ്യേറുന്ന ഈ കാലഘട്ടത്തിൽ, ഇത് അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ ഇത്. വായന മരിക്കുന്നുവെന്ന ഒരു മുറവിളി ഉയരുമ്പോഴും ഈ വായനയിലൂടെ
വായനാ ലോകത്ത് എത്തിപ്പിടിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടെന്നത് വിസ്മരിക്കാൻ നമുക്കാവില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വായന ഒരു ഒറ്റമൂല്യം. ഭാഷ പഠിക്കാൻ, അക്ഷരം ഉറയ്ക്കാൻ, അറിവ് വളരാൻ, നന്മ അറിയാൻ, ഭാവനയുടെ ചിറക് മുളയ്ക്കാൻ നിങ്ങളുടെ വായനകള് പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് വളരേണ്ടതുണ്ട്. അടയ്ക്കാത്തോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളും കൊട്ടിയൂർ ഹൈസ്കൂളും പുതിയതായി തുടക്കം കുറിക്കുന്ന വീട്ടിലൊരു ലൈബ്രറി എന്ന ഈ പരിപാടി വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇതിന്റെ പിന്നിൽ നിരവധിയായ അധ്യാപകരുടെ, പ്രധാന അധ്യാപകരുടെയും സ്കൂളിലെ മറ്റ് അധ്യാപകരുടെയും എല്ലാം വളരെ സജീവമായ നേതൃത്വമുണ്ട്. അവരുടെ ത്യാഗപൂർണമായ അധ്വാനമുണ്ട്. കുട്ടികള് തീർച്ചയായിട്ടും വളരെ ഉത്സാഹത്തോടെ ഈ പദ്ധതി ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഏകമനസ്സോടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള വീട്ടിലൊരു ലൈബ്രറി എന്ന ഈ ഒരു പുതുപുത്തൻ ആശയത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ ഇനിയും അങ്ങോട്ട് ഒരു ഉദ്ഘാടനത്തോടെ അവസാനിക്കേണ്ടതല്ലല്ലോ ഇത്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലം വായനയുടെ ഒരു സംസ്കാരം നമ്മുടെ വിദ്യാലയങ്ങളിൽ തീർക്കാൻ ഇത് സഹായകരമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായ ഒരു സായാഹ്നം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Actually, before I invite Anu ma'am, I want to tell something. 3 years before, there was a news that Haryana's Anu Kumari, mother of a 4-year-old and UPSC second rank holder. This was really a very striking news for all of us, because as the students of India, those who are looking, they read about Anu Kumari from this way. She said, I am from a typical middle class family. Actually, majority of the students who are presented over here are from a typical middle class family. And they are from very remote areas. And it is located in and around the Western Ghat region. So what happens is, having a quality education becomes a nightmare for many students. And therefore, in this area, we are providing such kind of the opportunity for the students through various initiatives. Thanks to the efforts of the teachers and also NGOs like ours, we are strengthening our students to come to the forefront. And in that, you are the right person to interact with them. I will tell you a few words, 2 or 3 sentences regarding our VIBGYOR finishing school. This is initiated with the purpose of enhancing the quality of the students in the academic, personal life, professional life, and social life. So we sit every day from 8 a.m. to 9 a.m. in the Zoom platform, and we interact. In the interaction, we covers book reviews, information about different topics, as well as PSC, UPSC questions, and then we will invite experts from various fields to interact with them. Already we have completed 17 interactive series, right from the UN staff till the local bottom staff members. And this is with the purpose of finishing 100 interactions, so that when they reach the 11th grade, they can choose their own career with confidence. Now, ma'am, we start a small initiative, that a library at home or the book club. So in order to satisfy this dream, so many people helped us. One is a small group called, it is not a small group, it is a big group called St. Mary's Hub, Queensland, Australia. They have donated 1 lakh rupees in order to purchase books. And VIBGYOR also collected a fee of 100 rupees from each student, and that money also added to this. So actually 2,37,000 cost books we got in the discounted price with around 1,63,000. So this money we have collected, and we are giving around 30, I will show you that books. So this is the book list.
You may not be able to read, I don't know, with Malayalam. So there are 39 titles we are providing, and out of which 18 titles each will be given to each student. So we are giving as the token as 18 books for their library, home library today. Already we reached the books in their home, but we are officially inaugurating that today. So for this auspicious purpose, we cordially invite you to inaugurate the program as well as to interact with our students regarding your success story as well as the effort that you have given already in your way. Welcome to our platform, ma'am. Thank you so much, VIBGYOR Institute. എനിക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നന്ദി പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം I would have loved to speak continuously in Malayalam, പക്ഷേ അത് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മിക്സ് ആയിട്ട് സംസാരിക്കാം. So I will use English as well as Malayalam. And first of all, I got the invitation for this initiative of yours through Mr. Amalchit, and I was really happy to know that in these times, the concept that you have come up with, that നമ്മുടെ കുട്ടികൾ നിലവിൽ ഒരുപാട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ അത് കുറച്ച് അഡിക്ഷൻ ആയിട്ട് പോലെ ഇപ്പോ നമ്മൾ നോക്കുന്നുണ്ട്. I also have a 7-year-old son, and he has his online classes, and I also found that because of this easy access to the mobiles, laptops, etc., their dependence on these gadgets is increasing. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ കുട്ടികളിനെ ബുക്സിലേക്ക് പോകാനുള്ളത്. ലൈക്ക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് അവർ ചിൽഡ്രൻ ടു ദ ബുക്സ് ആൻഡ് ബാക്ക് ടു ദ ബേസിക്സ്. സോ ഈ ഇനീഷ്യേറ്റീവ് വേണ്ടി ഞാൻ വിബ്ജോർ ക്ലബിനെ നന്ദി പറയുന്നുണ്ട്. ഞാൻ ഫോർമലായിട്ട് ബുക്ക് ക്ലബിന്റെ ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. So thanks to everybody who is associated with this initiative, particularly students in a I'll be talking about two things initially. One, I will talk a little briefly about myself and also the career or the profession that I am in. And after that, there are two advices that I have to give to all these students who are today attending this program. So first of all, I will start with a little bit introduction about myself and the profession that I am following. So പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ പേര് അനുകുമാരി, ഹരിയാന എൻ്റെ നാടാണ്, ആൻഡ് കേരള എൻ്റെ കാഡറാണ്. സോ കാഡർ എന്ന് വെച്ചാൽ when you clear UPSC civil services exam, then you will be allotted a particular state, ഒരു സംസ്ഥാനം നിങ്ങൾക്ക് കിട്ടും, in which you have to serve throughout your career. So Kerala is my allocated cadre, and so how it goes about is, I had finished off my graduation. I had done physics honors during graduation. After that, I went on to do my MBA in finance and marketing. അതിന് ശേഷം ഒരു ഏകദേശം 10 വർഷം ആയിട്ട് ഞാൻ കോർപ്പറേറ്റ് വേൾഡിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. I worked in the corporate sector for roughly a decade, and after that I realized that the kind of inner satisfaction or the kind of satisfaction that you want to derive from your job, that somewhere was going missing. No doubt I was earning good and financially the life was going good, പക്ഷേ overall നോക്കുമ്പോൾ that kind of inner satisfaction was missing, and that is what kind of drove me to write the civil services examination. So my dear children, in order to become an IAS, IPS, or a forest service or a foreign service officer, നിങ്ങൾക്ക് ഒരു എക്സാം എഴുതണം. അത് നമ്മൾ പറയുന്നുണ്ട് UPSC CSE. UPSC is the name of the organization that conducts this examination, and CSE, Civil Services Examination, adana name of the examination.
So I decided to sit for this exam, and thanks to God's grace and the support of my family and friends, I was able to clear this exam with an all India rank 2. I was the women's category topper, and overall I had secured second rank. So it has been a wonderful journey. ഇപ്പോ ഞാൻ ഈ ജോബിൽ ഏകദേശം 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. I am into my 4th year of service, and I can tell you the kind of satisfaction, the kind of calm, peace that you derive from helping other people during this job is unparalleled. It stands far above the satisfaction that I derived from a decade of my service in the private sector. ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് ഈ ജോലി ചെയ്യുമ്പോൾ, where we can help the poor people, where we can help the needy people, and we can make a difference to the lives of people. Therefore, I am very happy that I took the decision to leave the private sector job, and I decided to sit for this UPSC examination. കുറച്ച് സമയം മുന്നേ, when VIBGYOR Institute head, when you were talking about these children belonging to middle class background and especially coming from remote and rural areas, അതേ സമയം ഞാൻ വിചാരിച്ചു ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം. The fact that you are staying in a remote or a rural area, my dear children, that is no longer a hurdle or an obstruction for you to realize your dreams of a good career or a good higher education, especially because today we have access to internet. Today we have access to all the online materials that are required for preparation of any competitive examination. Today, sitting in the comforts of our home, we can get access to all such material, and we can start preparing for our required the field of our choice. Okay, so something like this happened in my case also. When I was preparing for UPSC examination, I was staying in a village in Haryana, Sonipat district. So appo avide enike the Hindi newspaper kittumilla, karanam the availability of this newspaper was limited to kind of urban areas, and it did not have any readership in the rural areas. And that newspaper, dear children, is very important for preparation of current affairs part of the UPSC exam. So I started relying on internet. There are various websites that are specially made or designed for preparation of CSE exam. So I started referring to this particular website called Insights on India, and it helped me so much that today I feel, as compared to reading that physical newspaper, it was much more helpful, much more efficient for me to read the online newspaper and to go through the current affairs provided by that website. നിന്റെ വായിക്ക് തോന്നുന്ന പോലെ നീ ഉണ്ടാക്കും. ഇനി എന്താ ചെയ്യേണ്ട? മരിക്ക് വാ വിളിച്ച് പറ. Dear Dina, can you please put yourself on silent mode? Okay, thank you. So as I was saying, because I had access to online resources, because I had access to internet, so I did not feel any kind of obstruction or hurdle as compared to a student who might have been living in a area like Delhi. Okay, so dear children, this is a very important aspect. Remember that there is nothing stopping you from realizing your dream. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ഫെസിലിറ്റീസ് ഇന്ന് ഇന്റർനെറ്റ് മുഖേന നമുക്ക് അവൈലബിൾ ആണുള്ളത്. So focus on that aspect, and whatever stage you are in, today you all are starting in 8th, 9th and 10th, അതൊക്കെ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ whatever you want to become, be it an army officer, be it a scientist,
the no whether you want to make good use of the media, social media and internet, or you want to get Am I audible? I think I got locked out. Now it's okay. Now it's okay. Yeah. So please be watchful, please be careful about this particular aspect, that social media in a gunangalundu, doshangalundu. It has its benefits also and disadvantages also. Be very careful, dear children. If you mindlessly keep on surfing through the internet, it might destroy a very important part of your productive time. Be very, very careful of this aspect. നമ്മൾ കുറച്ച് പ്രാവശ്യം mindlessly just surf ചെയ്യുന്നുണ്ട്. We keep on looking at each other's statuses, probably WhatsApp, Facebook, Instagram, etc. So be very watchful of this tendency or this addiction. Okay, you do surf, but do surf for whatever is important and relevant and useful for you. Okay, don't let these are the most productive years of your life. These are going to decide what will be your future, what will be your career, what kind of an individual or a human being you are going to be. Therefore, be watchful of these kind of tendencies which make you addicted to social media or other useless things. Focus on the useful aspect of social media also. For example, if you are on Instagram, then try to follow somebody or some group where you have interest in. If you are, for example, this is a live example before you. On Zoom classes, you have your daily class where you discuss books, where you hold book reviews, where you talk about all other kind of things which are of interest to the students. So focus on that. Don't allow yourself to be misled by social media. One important aspect here to understand is, what happens on social media. Everybody tries to project his or her best self. Okay, if we start comparing ourselves to that, then we would always be in misery. We would even be depressed. We would think that, oh, our life has problems. Our life has all kind of difficulties. But look at these people. They are living in swanky houses. They have, the best of the facilities, or they are going for, foreign vacations, or they are so rich. They are so beautiful. So, dear children, that all is a farce. Okay, that is not the reality. That is a very superficial aspect that social media nowadays promotes. So don't allow yourself to be misled by that. That charm or that attraction of the social media. That is not the whole truth. Focus on that. So that is one of the advices that I wanted to give you after the whole UPSC journey. But now I have included that as a part of it only. Then Bache comes to the, I wrote the exam, I came into the services, and as I told you, not a single day has passed on which I am not grateful for being in the service. It gives you a lot of respect in the society. That is also an added advantage. But more importantly, you really feel self-sufficient. You really feel good from within. That you are able to do something which is of use to the society. You are able to serve the society. So it's a very fulfilling and promising career. Those of you who want to go for this career, I would say right now you are not required to study for that. If you ask me, you want to become a civil servant in future, then what to do now? So if you want to start now, then Priyabeta Kuttigal, focus on developing a personality of yours. Focus on your hobbies, focus on extracurricular activities, focus on the fundamentals of your studies. Okay, don't just cram, or don't just memorize the things without understanding. Focus on improving your understanding, focus on improving your fundamentals when it comes to education. And when it comes to extracurricular activities and hobbies, try to inculcate a hobby, which something that you genuinely like to follow. It can be anything: singing, dancing, painting, say playing chess, watching cricket, anything. Develop a genuine interest in that and make that a part of your daily life. That comes very handy when you sit for the personality test or the so-called interview during the exam.
നിലവില് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുള്ള പരിപാടി ഇപ്പോ വേണ്ട. You don't need to study and sit for long hours, but just focus on what is being taught in the class, what is a part of your syllabus. അതിന് ശേഷം graduation ചെയ്ത് കഴിഞ്ഞാൽ അതാണ് സമയം when you need to really sit, dedicate yourself to long hours of sitting and need to prepare for this exam. നിലവില് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ളത് പരിപാടി തന്നെ ഫോക്കസ് ചെയ്യണം. So I think with this I would want to stop the monologue and I would want to go it as an interactive session. So whatever the students have to ask, their doubts or any other curiosities, and the way you want to take it forward. Over to you, VIBGYOR Institute. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നില്ല, മലയാളത്തിൽ ചോദിക്കാം. മാമിന് മനസ്സിലായില്ലെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളാം. അപ്പൊ ധൈര്യമായിട്ട് ചോദിച്ചോ. നമുക്കൊരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് സംശയങ്ങൾക്ക് മാമിനോട് ചോദിക്കാനും കൂടി. Anybody, please don't hesitate. മലയാളമിൽ പറയുകയാണെങ്കിൽ മലയാളമിൽ പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് എടുക്കും. Ma'am. Anji, yes, Pariyu Joy. My name is Joya. I have to ask that what tricks or how you studied for the preparation of the exam? Okay, so Joya, that was a very strenuous journey. Adila namakku long hours of sitting vendi varum. I used to study in a day for around 10 to 11 hours, minimum 8 hours, but generally I would say 10 to 11 hours roughly on a daily basis. ദിവസവും നമുക്ക് long hours ആയിട്ട് ഇരുന്നിട്ട് study ചെയ്യണം. My schedule used to be something like this. I would get up early in the morning. രാവിലെ 4 മണിക്ക് ഞാൻ എണീറ്റും. I would get up early in the morning at 4 o'clock, and most of the day used to be revolving around the studies part only, other than basically taking a bath and eating the food. Most of the time went in studying only. This thing continued for roughly 2 years. Okay, and that is the time that it took for me to crack the exam. Thank you. ചോദിച്ചോളൂ കേട്ടോ. Madam, my name is Asna. Pariyu Asna. Ma'am, time management is the most important problem of us. For any exam, if we are conducting now exams also, did not get time so much. So for this UPSC exams, how do you manage the time? Did you practice from home, or you are training for the time management also? Yeah, so very valid and relevant question, Kuti. What happens is, see, when we say we don't have time or we do not have sufficient time, appo namakku nokanam evideyana nammade samaya pogunnathu, where is our time going, what is it that we are doing which is leading to availability of less time for studies or less time for what we want to do. So how I managed my time was I cut down on all the non-essential activities. So I uninstalled my WhatsApp. I did not check or surf my Facebook. I was anyways not present on Instagram, and I stopped all unnecessary interactions with anybody and everybody. So I kind of completely dedicated myself to the studies, and then I had all the time at my hand only. I had the availability of all the time at hand, and I could use my time the way I wanted to. Yeah, I stopped watching TV also. The only thing that I was watching or listening to at that time was All India Radio. അതാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ അത് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് I just used to listen to the news, that too while I used to go on a walk.
So bache adu namak nokanam, where is our time going if we are indulging in any wasteful practices, anything which is not useful for us. But if we are indulging our time in that, that is the activity that we need to cut down. Then we will be having all the time that God has given to us at our hand. Thank you, ma'am. Okay. Ma'am, my name is Ansmedia. Ma'am, Okay. what is the inspiration of this field? Inspiration of this field. As I told you, Nadir, ഇതാണ് ഒരു ഫീൽഡ് in which ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. We get so many opportunities. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിൾ കൊടുക്കാം. For example, if somebody needs to construct a house, okay, and അത് ഭൂമി നമ്മുടെ വില്ലേജ് ഓഫീസർ റെക്കോർഡ് പ്രകാരം ഇത് നിലമാണ്. ഓക്കെ, അപ്പോ അവിടെ ഹോം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്കത് നിലമിനെ തരം മാറ്റണം, and we need to convert that to Pureda. So for this, I get a lot of applications over here in my office. ഞാനിപ്പോ സബ് കളക്ടർ SDM തലശ്ശേരിയാണ്. സോ ഈ കാര്യത്തിന് വേണ്ടി എനിക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് കിട്ടാറുണ്ട്. So there are sometimes people who come to me ki madam ഞാൻ ഒരു ആർമി ഓഫീസർ ആണ്, എനിക്ക് ഇപ്പോ ഒരു ആഴ്ചയിലുള്ളത് ഉള്ളിൽ തിരിച്ചു പോകണം. Okay, in order to join my duty I need to go back, so I need your help to process my file faster. It's just a very small example. So okay, then we will kind of reschedule our other pending works, and myself as well as my home team നമ്മളെല്ലാം ആദ്യം ആ ഓഫീസറിന്റെ വർക്ക് ചെയ്യും. Okay, അങ്ങനെ തന്നെ there are a lot of people who come to us for various other helps. For example, senior citizens. Okay, senior citizens, there are some people who do not get the requisite respect and medical attention, food, etc. from their children. Adokke cases നമ്മുടെ കയ്യിൽ വരാറുണ്ട്. So we hear all those cases, and then we give the orders wherein we ask the children to take care of the basic needs of the parents. So that is so fulfilling. Such kind of opportunities, my dear children, in which you can make a difference to other people's lives, in which you can help them in whatever little or small way. That is the inspiration. When you go to sleep now after doing all such activities, when you go to sleep at night, then you feel so happy from within. Oh, I have done at least one good deed during the day. That is the inspiration, dear. Ma'am, can you explain Thank you, about ma'am. UPSC? About UPSC? Yes. Okay, but UPSC is the name of an organization, an institution. UPSC stands for Union Public Service Commission. It is the name of an institution which conducts examination for various posts. The most prominent of these posts being, as I told you, civil services examination. Civil services examination, if we write civil services examination, then we are able to apply for 23 posts, such as IAS, IPS, means Indian Administrative Services, Police Services, Forest Services, Foreign Services. So like that, we have 23 services to which we can apply, and UPSC is the body that conducts these examinations. The pattern of the exam would be like this. First, there would be a preliminary exam. Once that will be MCQ based, multiple choice questions would be there, 100 multiple choice questions. You need to clear the cutoff. Once you clear the cutoff, then you become eligible to write the mains exam. When I say mains exam, that means it will be a proper pen and paper wala exam, in which you will be writing subjective answers, not just MCQs, but subjective answers to the questions asked. There will be 4 general studies ka question papers, and then there will be 2 papers of your optional subject. There will be an essay paper also. Once you clear this mains exam, you clear the set off for the cutoff for the mains exam, then the third stage of selection by UPSC would be personality test
or which we call in simple terms interview. After that, they will be combining the marks of mains exam and interview and declaring who all have been selected. So, Adana Kuti, UPSC. Ma'am, I had one more doubt. What is the syllabus of civil service? Is it NCRT? Mostly NCRTs. So 6th to 12th വരെ എല്ലാം NCRT ബുക്സ് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിനല്ലാതെ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് നന്നായിട്ട് പ്രിപ്പയർ ആക്കണം. So when I say optional subject, that means we all have to choose one subject out of a very long list of subjects that has been provided by UPSC. For example, you may choose sociology, history, political science, agriculture. Like that, we have very large number of subjects which you can choose, from which we can choose any one of the optionals. That optional ka jo syllabus hai, that would be of the level of graduation. Baki general studies vendi 6th to 12th NCRT books sufficient. Okay, ma'am. Thank you. और बताइए, is there anybody else? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചോദ്യമുണ്ടോ? ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? Okay, ma'am. So as a final question, a simple one, because this will be very inspirational for our students. I heard that in the first attempt you lost for 1 mark, and the second attempt you became the second rank, all India second rank holder. So in between, and also you had a long way of struggle with your child, this, that, extra, so many things. In between, your child got chikungunya, so many things we had. So it must be a very painful experience for a mother, and after studying, you lost, and then you become the topper. So what chemistry worked out from that failure to this very glorious success? That decision, the second attempt decision. The first attempt decision, we heard that your brother was very instrumental in it, then your uncle, all these things we know. But in the second attempt, actually it is your own decision. That is a strong decision. So how you took that decision? Could you please explain to my students here? Yes. So I would first say that this first attempt in which I lost my preliminary exam by 1 mark, that was most instrumental. And that failure, we say ki failure is the stepping stone to success. That is actually completely true in this case. When I lost, or I was not able to clear my preliminary exam and I lost by 1 mark, so I was very happy. I was happy that I didn't clear it. Karanam, I had just studied for 2 months. And in those 2 months, I had not even touched my optional. In the preliminary exam, only the general studies part comes. So in those 2 months, I studied only the general studies and I gave this preliminary exam. Had I cleared that, then I would have gone to preparation of optional, and mains exam would have been just 3 months away. No way it would have been possible to prepare my optional and at the same time revise the GS in those 3 months. So I was pretty sure even if I had cleared my pre, then mains would have been a disaster. So when I lost by 1 mark, so I was so happy that with just 2 months of preparation, I was losing. So I was very happy that with just 2 months of preparation, because I had put in literally too much of hard work. I could say that probably I would be one of the only few students of India who would have dedicated themselves so much to this exam during those 2 months. So when I realized that I was lagging by just 1 mark, that was a huge motivation for me. That it gave me that motivation that yes, you can clear it. Once you put in a little bit more of effort, a little bit more of time, you will be able to clear it. So that was a very good motivation for me. And secondly, as you already mentioned, I was staying away from my child. And abhi to my dear children, you all are young, you might not be able to understand
what this motherhood wala feelings, what is a big deal in leaving a 2-year-old child behind. But probably you can appreciate that once you grow up or become a, parent yourself. That was the biggest inspiration for me. Karanam, if at all I would waste any moment, any minute or any hour doing any useless thing, say watching TV, then immediately that guilt and that thing would come to me and strike me so hard. This is the precious time that I have snatched away from my child, the time during which a child is so attached to the mother and needs to be with the mother. And if I'm whiling away that time and wasting away that time in doing any useless activity, so really it is not worth it. So that is the kick that I used to have always in my mind. And plus, third and very important thing, I used to surround myself with very motivational thoughts. And being a ardent admirer of Swami Vivekanand, I used to especially surround myself with the thoughts of Swami Vivekanand, like arise awake and wait not till the goal is reached. So these thoughts, no, they would literally give you the energy to get up from the bed. Like morning, you would feel like, no, I want to sleep a little more, I want to have a little more rest. But when I would see that, pasted on my wall, arise awake and wait not till the goal is reached, literally it used to give me a kick of that motivation here. I need to work hard to be able to reach my aim. Thank you, ma'am. And please convey all our regards to your son. Thank you so much. Thank you I so think much. he is the strongest son in the world. I would want to just ask one thing. Hey, dear children, I just hope that all these nice books that you have got, ningalada vaikyan tudangittundo? Any student, tell me Yes, please. ma'am. Yes, ma'am. I'm glad to know that. So, Vijay, books are the most precious of gifts. Even in your future life. In your future life, also remember, Vijay, it is always one of the best gifts to, give to each other. And these books that you have got, don't be lazy, don't have laid back attitude, read these books and spend less time on social media, which is unproductive. Okay, productively you may, but unproductive nahi karna hai. Can I have that promise from you that all the books that you have got, you are going to read them dedicatedly and you are going to stay away from unnecessary social media? Can I have a promise from you? I promise. Promise, ma'am. Promise, ma'am. I would really feel my coming here and talking to you for half an hour or 1 hour, it has been fruitful if you really stick to your promise. So, I take it as a promise from you, and I will feel really happy if you stick to the promise. And trust me, children, it is going to help you so much in future. Okay, please carry on. Okay, they all read it and they are presenting the reviews every day, one student each. Okay, we have such an activity also. So thank you so much, ma'am. Now I am ഞാൻ അടുത്ത ആളിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ അടയ്ക്കാത്തോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ അടയ്ക്കാത്തോട്ടിലെ മാനേജർ അച്ഛൻ നമുക്ക് അനുഗ്രഹ ഭാഷണത്തിനായിട്ട് ഫാദർ സെബാസ്റ്റ്യൻ കീഴത്തിനെ വളരെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുന്നു. ഹായ് ജെയിംസ്. പ്രിയ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ സിജു അച്ഛ, ഇന്നത്തെ ഉദ്ഘാടക പ്രസംഗം നടത്തിയ തലശ്ശേരി സബ് കളക്ടർ അനു മാം, അതുപോലെ വിബ്ഗോർ ഫിനിഷിംഗ് സ്കൂളിൻ്റെ എല്ലാമായ ജെയിംസ് സാറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും, കുട്ടിയൂർ സ്കൂളിലെ മാനേജർ അച്ഛൻ, ഹെഡ് മാസ്റ്റർ, കുട്ടിയൂർ സ്കൂളിലെ മറ്റ് അധ്യാപകർ, അനധ്യാപകർ, കുട്ടികൾ, രക്ഷിതാക്കൾ, അതുപോലെ അടയ്ക്കാത്തോട് സ്കൂളിലെ ജോൺസൺ സാർ, ഹെഡ് മാസ്റ്ററും മറ്റ് സാറുമാരും ടീച്ചേഴ്സും അനധ്യാപകരും, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കളും, ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും നല്ല ആശംസകൾ, സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. അതിമനോഹരമായ ഒരു സന്ധ്യയായി തീർന്നിരിക്കുന്നത് അനു മാമിൻ്റെ വ്യക്തിപരമായ കഥ പറച്ചിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഒരു വലിയ ജീവിത
ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയിൽ ഇനിയൊരു പ്രസംഗം പറഞ്ഞ ഹനുമാൻ പറഞ്ഞതൊക്കെ നമ്മുടെ തലേന്ന് വിട്ടുപോകും. ഹനുമാൻ പറഞ്ഞെടുത്ത എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷ്യം പോലെ. ഇപ്പോൾ സാധാരണ കുടുംബത്തിൽ നിന്ന് അല്ല, മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് അവർ വന്നത്. ഷീ ഈസ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി ആൻഡ് റീച്ച്ഡ് ദ ഹൈറ്റ്സ് ഓഫ് സിവിൽ സർവീസ്, ഇന്ത്യൻ പബ്ലിക് സർവീസ്. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി, നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും അനുഗ്രഹവും ലഭിക്കും. അപ്പോൾ ആ ഹനുമാൻ പറഞ്ഞ കാര്യങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിന്ന്. കാരണം അത്രമാത്രം കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണത്. ഇല്ലായ്മകളുടെ നടുവിലൂടെ നമുക്ക് ഉള്ള സൗകര്യങ്ങളുടെ പോലും സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. അങ്ങനെ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയി നിങ്ങളുടെ കരിയർ ചോയ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരും കരിയർ തിരഞ്ഞെടുക്കാനിരിക്കുന്നവരും എന്തു വില കൊടുത്തും ജീവിതത്തിൽ ചില ഉറച്ച ലക്ഷ്യങ്ങളുള്ളവരാണെന്നൊക്കെ അച്ഛന് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻ വന്നപ്പോഴാണ് ഒരു മനോഹരമായ, നിങ്ങൾ കുഞ്ഞുങ്ങൾ എത്രമാത്രം തീഷ്ണതയോടുകൂടെ ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നു, കേൾക്കുന്നു, മുന്നോട്ടുള്ള നിങ്ങളുടെ കുതിപ്പിന് ശക്തി പകരാൻ സഹായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഹനുമാൻ പറഞ്ഞ അച്ഛനത് മാത്രമേ പറയാനുള്ളൂ. സമയം, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പഠിക്കണം. ഹനുമാൻ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട കാലമാണ് ഈ കാലം എന്നാണ് പറഞ്ഞത്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അവർ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ, ഗ്രഹാന്തരീക്ഷങ്ങളിൽ നമ്മുടെ വ്യക്തിത്വ വികസനം, അതിന് വിട്ടുവീഴ്ചകളില്ലാതെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബുക്ക് ക്ലബ് പരിപാടി ജെയിംസ് സാറിൻ്റെ കൂട്ടുകാരുടെയും വലിയൊരു പിന്തുണ ഈ കൊട്ടിയൂർ സ്കൂളിനും അടയ്ക്കാത്തോട് സ്കൂളിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്ന എല്ലാ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ജെയിംസ് സാറിനുള്ള ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ. ഈ ബുക്ക് ക്ലബ് എന്ന് പറയുന്നത് ഒരു പുതിയ സംസ്കാരം കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു അച്ഛാ. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ ബുക്ക് ക്ലബിന്റെ ആശയം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയുള്ള കാര്യം, നമുക്ക് ആദ്യം നമ്മളുമായിട്ട് ഇന്ററാക്റ്റീവ് സീരീസിൽ ക്വീൻസ്ലാൻഡിൽ, ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ നിന്നുള്ള ഫാദർ ബോണി, ഇന്ത്യക്കാരനാണ്, പക്ഷെ ക്വീൻസ്ലാൻഡിൽ പോയി അവിടുത്തെ ഒരു കോൺഗ്രിഗേഷനിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് വൈദികനായി മാറിയ അദ്ദേഹം, ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ഒരു ഇന്ററാക്റ്റീവ് സീരീസിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തില് കുട്ടികൾക്കൊക്കെ ആയിട്ട് മൊബൈൽ ഫോണുകളൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഒരു 10 കുട്ടികൾക്കുള്ള മൊബൈൽ ഫോൺ നൽകാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ മൊബൈൽ ഫോൺ ഒക്കെ ആദ്യം ഞങ്ങൾ അതേ രീതിയിൽ തന്നെ ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ മൊബൈൽ ഫോണുകൾ 10 പേർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നാമത്തെ കാര്യം. 2, പല ക്ലബ്ബുകളും പലരും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ 10 പേർക്ക് കൊടുക്കുന്ന ഈ മൊബൈൽ ഫോൺ നമ്മുടെ മുഴുവൻ 150ഓളം കുട്ടികൾ വരുന്ന എല്ലാവർക്കുമായിട്ട് എത്തിക്കാൻ സാധിച്ചാൽ ഒത്തിരി നല്ലതാണല്ലോ എന്ന് ചർച്ച ചെയ്തപ്പോൾ അച്ഛൻ അതിനെയും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് അച്ഛൻ തന്ന ഈ 10 മൊബൈൽ ഫോണിനുള്ള പൈസയും പ്ലസ് നമ്മുടെ വിബ്ജിയോറിന്റെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്യുവാനായിട്ട് നമ്മളോട് വളരെയേറെ സ്നേഹത്തോടു കൂടി സഹകരിച്ച ക്വീൻസ്ലാൻഡിലെ വാർവിക് ക്വീൻസ്ലാൻഡിലെ സെന്റ് മേരീസ് ഹബിന്റെ ഡയറക്ടർ ഫാദർ ബോണി ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനോട് ഇവര് നമ്മുടെ കുട്ടികളുമായിട്ട് സംബന്ധിച്ച് അനുഗ്രഹ ഭാഷണം ചെയ്യുന്നതിനായിട്ട് ഫാദർ ബോണി MGL അഞ്ചീക്കര MGLനെ വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യും. Hello, James. Thank you. Thank you, children. Bhamanapata, Sub-Collector, Matachimare, teachers, James, VIBGYOR Institute, Waki, Ella members. Thank you so much. It would actually late 10:30. But it's been a blessing. ഞാൻ ഒരു 18 വർഷമായി ഓസ്ട്രേലിയയിലായിട്ട് I haven't been able to contribute to the community in Kerala or in India as much. പക്ഷേ
now I'm starting to realize that there is a need to reach out, especially for the young people. ജെയിംസ് സാറിനോടുള്ള സംസാരത്തിൽ അങ്ങനെ ഒരു നീഡ് വന്നു. പക്ഷേ അത് ആക്ച്വലി ഒരു ജെയിംസ് സാറിൻ്റെയും വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇൻസൈറ്റ് ആണ് ബുക്ക് ക്ലബ് എന്ന ഒരു ഇതിലേക്ക് പോവുക എന്നുള്ളത്. സോ ആക്ച്വലി അതൊരു വളരെ നോബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഞാൻ ഇന്നലെ ഒരു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടൊരു മീറ്റിങ്ങിലായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം ഞങ്ങൾ ഒരു റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ആരംഭിക്കാനുള്ള പ്ലാനിലാണ്. അതായത് സ്ക്രീൻ അഡിക്ഷൻ ഉള്ളവർക്ക് 1 മാസം വന്ന് താമസിച്ച സ്ക്രീൻ അഡിക്ഷൻ മാറ്റാവുന്നുള്ള, ഗെയിം അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ മാറ്റാനുള്ള. അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചായിട്ട് മാറിയാണ്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് 2018 ഗെയിം അഡിക്ഷൻ ആൻഡ് സ്ക്രീൻ അഡിക്ഷൻ ഈസ് ആക്ച്വലി എ ഡിസീസ്. ഈ ബുക്കുകൾ ഒരുപക്ഷെ ഒത്തിരി ഡിസ്ട്രാക്ഷൻ കുറയ്ക്കും. കാരണം നമ്മൾ സ്മാർട്ട് ഫോണിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. ബുക്കാകുമ്പോൾ ആ ഒരു കഥ, ആ ഒരു ആശയത്തിലിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പം ബഹുമാനപ്പെട്ട ജെയിംസ് സാറിനും ഇതിനുവേണ്ടി വർക്ക് ചെയ്ത എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനം, ഒത്തിരി നന്ദി. ഇനിയും വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ സെൻറ് മേരീസ് ഹബിന് ഒത്തിരി സന്തോഷമേ ഉള്ളൂ. എൻ്റെ ഇവിടെയുള്ള എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും, ഞങ്ങളുടെ സ്കൂൾ മെമ്പേഴ്സ്, ഞങ്ങളുടെ കൗൺസിലിംഗ് ടീം എല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നതിലും നിങ്ങൾ വളരുന്നതിലും all the best. God bless you. Thank you for inviting me into this. God bless you. Bye-bye. താങ്ക് യു ഫാദർ. നമുക്ക് അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാമിനൊക്കെ എപ്പോഴും വലിയ കരുത്തായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ 2 വിദ്യാലയങ്ങളിലെയും പ്രധാന അധ്യാപകരാണ്. നമ്മളോട് ആദ്യമായിട്ട് നമ്മുടെ ഫിനിഷിംഗ് സ്കൂളിനെയും അതുപോലെ ഈ പ്രോഗ്രാമിനെയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തും അതിനോട് ആശംസകൾ അർപ്പിച്ചും സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട IJM സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സണ്ണി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. സണ്ണി സാറേ. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള കോർപ്പറേറ്റ് മാനേജർ ജോച്ച, പുള്ളിക്കാടുക തലശ്ശേരി സബ് കളക്ടർ ശ്രീമതി അനുകുമാരി, മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ, ജെയിംസ് സാറ്, പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ ഫിനിഷിംഗ് സ്കൂള് അല്ലെങ്കിൽ അതിനെ സ്കൂളുകാർ പ്രത്യേക ഒരു പേരിട്ടു യങ് ബഡ്സ് പ്ലസ്. രണ്ടും ഒരേ ആശയത്തിലാണ്. കാരണം രണ്ടും ഒരേ കാര്യമാണ്. നമ്മളെ വിദ്യാർത്ഥികളിൽ അവരുടെ വ്യക്തിത്വ വികാസവും അതുപോലെ കരിയറിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിക്കൊണ്ട് അവരുടെ 10ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി തന്നെ തൻ്റെ സ്കില്ലിനനുസരിച്ച് ഏതിലേക്ക് തിരിയണം, ഏത് കരിയറാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു ബേസിക് ഫൗണ്ടേഷൻ ലഭിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അത് ജെയിംസിന്റെ ഒരു ആശയവും അതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെതായ കുറെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സിലബസും മറ്റു കാര്യങ്ങളും. നമ്മൾ ഈ ആശയം മാത്രം പറഞ്ഞുള്ളൂ, പക്ഷെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുമായിട്ട് കടന്നു വന്ന ജെയിംസാണ്. അതുപോലെ തന്നെ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും, കാരണം നമുക്ക് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ ഇങ്ങനെയൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ ജെയിംസിനെ പോലെ ഈ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ഒരാള്, അദ്ദേഹത്തിന് അത് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇത് കേട്ടപ്പോൾ നമ്മളെ വിദ്യാലയത്തിൽ ധാരാളം കുട്ടികൾ വന്നു, പക്ഷേ എന്താണെന്നറിയ കുറെ പേര് ഒഴിവാക്കി. പക്ഷേ അതിനകത്തുള്ള കുട്ടികൾ, ഇപ്പൊ നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾ, അവർ വല്ലാണ്ട് വളരെയേറെ വളർന്നിട്ടുണ്ട്. ഓരോ പ്രകടനത്തിലും അത് വളരെ വ്യക്തമായിട്ട് കാണും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഈ റിവ്യൂ എഴുതിയിടുന്നത് വായിക്കാറുണ്ട്. ഓരോ ഇന്ററാക്ഷൻ സീരീസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒക്കെയുള്ള റിവ്യൂസ് അവർ ഗ്രൂപ്പ് എഴുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാറ്. അപ്പൊ ആദ്യകാലത്തുണ്ടായിരുന്നു, ഇപ്പൊ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഉള്ളു നോക്കപ്പോൾ വളരെയേറെ മാറ്റം അതിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു പ്രോഗ്രസ്
ആ കുട്ടികളിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ബോണി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ക്രീൻ അഡിക്ഷനും ഗെയിം അഡിക്ഷനും ഒക്കെ മാറ്റി വെക്കുന്നതിനും, അതുപോലെ തന്നെ ഇപ്പൊ അനു മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ആ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാകാതെ അതിൽ മാത്രമായിട്ട് ചെയ്യാതെ ബുക്കുകളിലേക്ക്, പുസ്തകങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ നമ്മൾ മനസ്സിലേക്ക് തിരിച്ചു വിടുന്ന ഒരു അവസ്ഥ, അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ടാണ് ഈ വേസ്റ്റിലൊരു ലൈബ്രറി എന്നുള്ള അല്ലെങ്കിൽ ബുക്കുകളെ പറ്റി ഉദ്ഘാടനം നടക്കുന്നത്. അത് നമുക്കറിയാം ഇപ്പൊ തന്നെ 1500 1600 രൂപയുടെ പുസ്തകമാണ് ഒരു കുട്ടിക്ക് ഇപ്പൊ തന്നെ ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കാവുന്ന ടോക്കൺ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ജെയിംസ് സാറിനോട് തന്നെയാണ്. ജെയിംസ് സാറാണ് അത് മുഴുവൻ സംഘടിപ്പിച്ചത്. നമുക്കൊന്നും അതിനകത്ത് യാതൊരു കോൺട്രിബ്യൂഷൻ. അപ്പൊ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ പോണിയച്ചനും ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. വായന എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും എളുപ്പത്തില് നമുക്ക് അറിവുകൾ സമ്പാദിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഏറ്റവും ഈസി ആയിട്ട്. കാരണം വായന എപ്പോഴും അത് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് പുസ്തകങ്ങളല്ല, മറ്റ് പുസ്തകങ്ങളിലേക്ക് നമ്മൾ വായനകൾ പകരുമ്പോൾ അപ്പൊ അതിന് ഉതകുന്ന ധാരാളം ക്ലാസിക്കുകള്, വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ അറിവിന്റെ വാതായനങ്ങൾ തുറക്കുന്ന വിജ്ഞാനത്തിന്റെ വലിയ പുസ്തകങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്ക് കെറ്റാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എല്ലാം ഉണ്ട്. ആദ്യം അതിനകത്ത് ചെറിയ വലിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടിയ പുസ്തകങ്ങൾ, കട്ടി കുറഞ്ഞിട്ട് A4 വലിപ്പമുള്ള പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ പെട്ടെന്ന് വായനയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങളാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട്. അത് വായിച്ച് കുറച്ചും കൂടി കഴിയുമ്പോൾ അതിൻ്റെ കഥകളാണ്, ക്ലാസിക് കഥകളാണ്. അത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഗാന്ധിജിയെയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളും ആ കഥകളും അതുപോലെ തന്നെ മറ്റ് അറിവിന്റെ വാഗാനുള്ള സയൻസ് ഫിക്ഷൻസും ഒക്കെയുള്ള, അതുപോലെ തന്നെ സാഹിത്യകാരന്മാരുടെ ആത്മകഥകൾ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആ ഗ്രൂപ്പ് അത് ഇങ്ങനെ വളരെ പതുക്കെ വായനയെ വളർത്തിക്കൊണ്ട് വരുന്ന, അത് ഞാൻ ആ സെലക്ഷൻ കണ്ടപ്പോൾ തന്നെ ജെയിംസിനെ മനസ്സായി അഭിനന്ദിച്ചു. കാരണം അത് നല്ലൊരു വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ആ പുസ്തകങ്ങളെ ഗ്രേഡ് തിരിച്ച് സെലക്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഒരു ഗ്രൂപ്പാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് വായനയെ ആ രീതിയിൽ തന്നെ കാണാം. നമുക്ക് അതുപോലെ നമ്മൾ ഈ എപ്പോഴും ഈ മൊബൈലിലേക്ക് തോന്നി നമുക്കിപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ ശൈലികൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന സമയം മുതൽ ഇന്ന സമയത്ത് നിങ്ങൾ വായിക്കും, പുസ്തക വായനയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ നോട്ട് ബുക്കുകൾ അല്ലാത്ത പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു സമയം, ഒരു അരമണിക്കൂറെങ്കിലും പുസ്തക വായനയല്ല, ഈ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നതുമായി വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു 1/4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. പുസ്തക വായനയ്ക്ക് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കണം. നിങ്ങൾ മൊബൈലിൽ കാണുന്നത് അതിനും കുറച്ച് സമയങ്ങളായിരിക്കും. നിങ്ങളുടെ ക്ലാസ്, അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് നൽകുന്ന എക്സ്പ്ലനേഷൻ മാത്രമായിരിക്കും നിങ്ങൾ മൊബൈൽ കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പുസ്തകങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്ട്രാ റീഡിങ് നിങ്ങൾ ഉണ്ടാകണം. തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ ചെയ്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദ്യാർത്ഥികളും മീറ്റിങ്ങിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിച്ചു. അപ്പൊ അതനുസരിച്ച് കുട്ടികൾ പോവുകയും കൊണ്ട് ചെയ്യുകയും അതിന് ഇപ്പോൾ വീട്ടിലൊരു ലൈബ്രറി, ഇപ്പം അന്ന് പല രക്ഷകർത്താക്കളും പരാതിപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി വന്ന് പുസ്തകം എടുക്കാൻ പറ്റുമോ, സ്കൂൾ ലൈബ്രറി. ഞാൻ പറഞ്ഞു നിങ്ങൾ പോലെ സ്കൂൾ ലൈബ്രറി, കോവിഡിന്റെ പ്രശ്നമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് വന്ന് സ്കൂൾ ലൈബ്രറി തുറന്നു തരാം, പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ വന്നാൽ പറ്റില്ല, നിങ്ങൾക്ക് ഒരു ദിവസം അറിയിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെയൊരു ഉപാധി വെച്ചു, അങ്ങനെ ഒരു അവസരം കൂടി നമ്മൾ ഒരുക്കി കൊടുത്തു. അപ്പോഴാണ് ജെയിംസ് ഇങ്ങനെയൊരു പരിപാടി കണ്ടുവരുന്നത്. അപ്പൊ എത്ര മനോഹരമായിരിക്കുന്നു. അതൊക്കെ വളരെ എന്താ പറയാ, കുട്ടികളിൽ അവരുടെ എല്ലാവിധ കഴിവുകളും വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് മാറുകയാണ്. അപ്പൊ ഇതിനെല്ലാവിധ നന്ദിയും കടപ്പാടും ജെയിംസിനോടും വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും പോളിച്ചിനോടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹപൂർവ്വം IJMന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്തു ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സണ്ണി സാറ്, ഒത്തിരി നന്ദിയുണ്ട്. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അടയ്ക്കാത്തോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ജോൺസൺ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു.
ഒരു ലൈബ്രറി എന്നുള്ള ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയായി. അപ്പൊ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ച മാനന്തവാടി രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധിപനായ റവറൻ ഫാദർ സിജു അച്ഛ, ഇന്നത്തെ മുഖ്യ അതിഥിയായ കുമാരി മിസ് അനുകുമാരി IAS, 2 സ്കൂളിന്റെയും മാനേജർ അച്ഛ, വിബ്ജറിന്റെ ഡയറക്ടർ ജെയിംസ് സാർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റോളമായി ഈ പ്രോഗ്രാം നീണ്ടുപോയിട്ട്. ഇത് ഏകദേശം 90ഓളം കുട്ടികളെ, 92 പേര് ഇതിലുള്ളൂ. അപ്പൊ ഇത് ഒരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ ഞാൻ മോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ആധികാരികമായിട്ട്, വളരെ വ്യക്തമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായ അനുകുമാരി IAS നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു ലക്ഷ്യസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥി, ഒരാൾ എത്തിച്ചേരേണ്ടത്? പുള്ളിക്കാരത്തി പറഞ്ഞ ചില വാക്കുകൾ, മാഡം പറഞ്ഞ ചില വാക്കുകൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, അപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് TV കാണാതെ 8 തൊട്ട് 10 മണിക്കൂർ 11 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക്, എനിക്ക് തോന്നുന്നു, എനിക്ക് ഇന്ന് എൻ്റെ ഒരു ഉൾക്കാഴ്ചയിൽ വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഒരു തീരെ ഇൻസ്പിറേഷൻ ആകട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ്സിന് ഓർഗനൈസ് ചെയ്തത് നമ്മുടെ വിബ്ജിയോർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയറക്ടറായ ജെയിംസ് സാറാണ്. ഏകദേശം 1300 രൂപയോളം പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത്, കുട്ടികളുടെ വീടുകളിലെ ലൈബ്രറി സെറ്റ് ചെയ്ത് അങ്ങനെ ക്രമീകരിച്ചിട്ടാണ് ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പോൾ TV-യുടെ മുന്നിലും കമ്പ്യൂട്ടർ മുന്നിലും ഫോണിന്റെ മുന്നിലും ഇരുന്ന് കുട്ടികൾ ബോറടിക്കുമ്പോൾ ആ മെന്റൽ സ്ട്രെസ്, പിരിമുറുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുസ്തക വായനയിലൂടെ അവർക്ക് ഒരു പ്ലഷർ കിട്ടും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്തു പോകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ കുട്ടികൾ ഈ തന്നിരിക്കുന്ന പുസ്തകം, വീട്ടിലെ ആ പുസ്തകം പരമാവധി വായിച്ച് നിങ്ങളുടെ അറിവ് നേടുക, ഒരു മനുഷ്യനായി വളരുക, ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. സാറ് എനിക്ക് തോന്നുന്ന ഇത്രയും പുസ്തകം, 1200 രൂപയുടെ പുസ്തകം IJM-ലും അതുപോലെ സെന്റ് ജോസഫ് ഹൈസ്കൂൾ അടയ്ക്കാത്തോടും കുട്ടികൾക്ക്, ഓരോ കുട്ടിക്കും 1200 രൂപയോളം പുസ്തകം വെച്ചാണ് സാറ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സാറിന്റെ ആ നല്ല മനസ്സിന് അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പേരിൽ നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. സർ, നമ്മുടെ അടയ്ക്കാത്തോട് ഹൈസ്കൂളിലെ കുട്ടികളൊക്കെ പുസ്തക വായനയിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവസരത്തിൽ സാറിനെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഞാൻ നീട്ടുന്നില്ല, എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം നേർന്നുകൊണ്ടും എന്നെ ശ്രവിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും IJM-ലെയും സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപകർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ജെയിംസ് സാറിന്, അതിന്റെ വിബ്ജിയോറിന്, എന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാർ. അടുത്തതായിട്ട് ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിനായിട്ട് അസ്ന സലാമിനെ, അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അസ്ന സലാമിനെ ക്ഷണിക്കുന്നു. സാർ ഓഡിബിൾ അല്ലേ? അതെ, പറഞ്ഞോളൂ. Distinguished guests, respected teachers, and my dearest friends, good evening to all. My name is Asna Salam, studying in 10th standard at St. Joseph's High School, Arakkathod. Today, I'm so happy to share my experience in front of a feminine personality, Mr. Anukumari IAS, who is a sub-collector of Kannur. We all are attended in a miraculous program named Finishing School. So when I heard first about this initiative, I was so impressed. First, I thought that I can speak English fluently. It will be very useful for my future career and all. It's true, I learned more rules in English, which we didn't heard in our life. But for me, the most interesting part is interactive series. Including today's interaction, we got 18 interactive sections. In each of these, we had many more lessons that are most valuable guidance for our whole lives. After each session, we become a new human with more advantages. I am sure that each of us will have the exact plan of our future career when we leave this program. For me, when I interact with everyone, I will think that it is the best career
But when I coordinate all of them, I can understand that every course is precious. But I have to choose the course which one I can shine. For this, our trainer James sir is taking much more effort than any sir should take. If he was not with us, we won't get such a golden opportunity. So thank you so much, sir. Remember that our lives are shaped by our interaction with others. So there are the guidebook for our future. Thank you all. Have a awesome day. താങ്ക് യു അസ്ന. അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ഷെയറിങ്ങിനായിട്ട് വരുന്നത് IJM ഹൈസ്കൂളിലെ ആഗ്നസ് ഷാജി. സർ കേൾക്കത്തില്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ആഗ്നസ് ഷാജി. ഞാൻ കൊട്ടിയൂർ IJMHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഫിനിഷിംഗ് സ്കൂൾ എന്ന പ്രോഗ്രാം IJMHSS കൊട്ടിയൂരിലും സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ അടക്കാത്തോട്ടിലും നടന്നു വരികയാണ്. 100 ദിന പ്രോഗ്രാമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കരിയർ എന്നിവയും ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം വളർത്തുവാനും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഈ ചുരുങ്ങിയ കാലയളവിൽ 17 ഇന്ററാക്റ്റീവ് സീരീസ് നടത്തപ്പെട്ടു. 17 ഇന്ററാക്റ്റീവ് സീരീസ് നടന്നപ്പോൾ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ കരിയർ ഏതെന്ന് മനസ്സിലാക്കുവാൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും നല്ല പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഒരു ലൈബ്രറി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭിച്ചു. ഓരോ ദിവസവും ഓരോ മണിക്കൂർ വീതം എല്ലാവരും പുസ്തകം വായിക്കാറുണ്ട്. ഓരോ ദിവസവും ഓരോ വിദ്യാർത്ഥികൾ വായിച്ച പുസ്തകങ്ങളുടെ റിവ്യൂ എല്ലാവരുടെയും മുൻപിൽ പങ്കുവെക്കാറുമുണ്ട്. അതുവഴി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും പലതരത്തിലുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടാൻ സാധിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച പുസ്തകങ്ങളിൽ തന്നെ മത്സര പരീക്ഷകൾക്കും മറ്റും വരുന്ന പുസ്തകങ്ങളുമുണ്ട്. ഓരോ ദിവസവും ഒരാൾ ഒരു പേജ് വീതം വായിക്കുകയാണ് പതിവ്. ഇതിലൂടെ GK പഠിക്കാനും സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമർ ക്ലാസുകളും കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്തുവാൻ സഹായകമായ ക്ലാസുകളും നൽകി വരുന്നു. ഇതെല്ലാം മുൻപോട്ട് നടത്തിക്കൊണ്ടു പോകുവാൻ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെയും അധ്യാപകരുടെയും നല്ല പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഗർനായകാണ് ആദ്യത്തെ ഇന്ററാക്റ്റീവ് സെഷനിൽ പങ്കെടുത്തത്. അദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ഓരോ ഇന്ററാക്റ്റീവ് സീരീസ് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കുന്നു. കളർ ഗ്രേഡിംഗ് എന്ന വിഷയത്തിൽ ടോം സാർ ഞങ്ങളോട് സംവദിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ കുലീൻ മാമും കൗൺസിലറും യൂത്ത് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ബോണിയും യുണൈറ്റഡ് നേഷന്റെ PPD പ്രോഗ്രാമിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന പ്രൊഫസർ ജോയ് തോമസും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജായ ബൈജു സാറും ഞങ്ങളുമായി ഇന്ററാക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം നോ ഡൗറി, നോ ബ്രൈഡ്, നോ ഡൊണേഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 17 ഇന്ററാക്റ്റീവ് സീരീസ് ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. ഇന്നലെ ഞങ്ങളുമായി ഇന്ററാക്ട് ചെയ്തത് സാമൂഹിക സംരംഭകയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ലക്ഷ്മി മേനോൻ മാം ആയിരുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ഫിനിഷിംഗ് സ്കൂൾ എന്ന പ്രോഗ്രാമിൽ നിന്ന് എന്റെ അംബീഷനിലേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് കടക്കേണ്ട കടമ്പകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുവാൻ ഇതിനോടകം തന്നെ സാധിച്ചു. ഇതുപോലെ ഓരോ വിദ്യാർത്ഥികൾക്കും കഴിയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫിനിഷിംഗ് സ്കൂൾ എന്ന പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഹെഡ് മാസ്റ്ററിനും അധ്യാപകർക്കും ജെയിംസ് സാറിനും എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു ആഗ്നസ്. അടുത്തതായിട്ട് നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് IJM ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടിയൂരിലെ PTA പ്രസിഡന്റ് ആയിട്ടുള്ള തങ്കച്ചൻ ചേട്ടനെ വളരെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരനായ കോർപ്പറേറ്റ് മാനേജർ സിജോ അച്ച, ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തിയ സബ് കളക്ടർ അനു മേഡം, IAS, ബിജ്യോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാർ ജെയിംസ് സാറ്,
കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ സണ്ണി സാറ്, സെന്റ് ജോസഫ് ഹൈസ്കൂള് ഹെഡ് മാസ്റ്റർ ജോൺസൺ സാറ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, ആദ്യമേ തന്നെ ഇതിന് ഈ വീട്ടിലെ ലൈബ്രറി എന്ന പരിപാടിക്ക് നേതൃത്വം കൊടുത്ത വിജിനോർ ന്റെ ഉടമ ജെയിംസ് സാറിന് IJM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്കറിയാം, ഇന്ന് വായന ശീലം വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് കോവിഡ് മാരി മൂലം നമ്മുടെ കുട്ടികൾ മൊബൈലുമായിട്ട് മുന്നേറുമ്പോൾ ഇത്തരം ഒരു സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച 2 സ്കൂളിലെ പ്രധാന അധ്യാപകരെയും മറ്റ് അധ്യാപകരെയും അതോടൊപ്പം ജെയിംസ് സാറിനെയും ഇതിന് സാമ്പത്തികമായിട്ട് മറ്റ് എല്ലാ നേതൃത്വം കൊടുത്ത എല്ലാവരെയും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അടയ്ക്കാത്തൊരു സ്കൂളിലെ PTA പ്രസിഡന്റ് ആയിട്ടുള്ള ഓൺലൈൻ പഠന സഹായ സമിതിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബെന്നി അരയ്ക്കമാലിൽ അവരെ ക്ഷണിക്കുന്നു. ഉണ്ടോ? ബെന്നി ചേട്ടനുണ്ടോ? സാറേ പിന്നെ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ, പിന്നെ അടക്കാത്തൂർ ഹൈസ്കൂളിലെയും കൊട്ടിയൂർ IJM ഹൈസ്കൂളിലെയും സ്കൂൾ മാനേജർമാര്, നമ്മുടെ വീട്ടിലൊരു വിദ്യാഭ്യാസം എന്ന വീട്ടിലൊരു ലൈബ്രറി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത IAS അനുമാം, മറ്റ് ഹെഡ്മാസ്റ്റർമാര്, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, അതിലൊക്കെ ഉപരി ഈ പരിപാടി ഏറ്റവും നന്നായി വിജയിപ്പിച്ച VIBGYOR ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജെയിംസ് സാറ്, മനുഷ്യന്റെ വാസനയെ വളർത്തിയെടുക്കാനുള്ള വളമാണ് വായന എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വച്ചിരിക്കുന്നത്. വായന കൊണ്ട് നമുക്ക് വളർച്ചയല്ലാണ്ട് ഒന്നും വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും വായന കൊണ്ട് മക്കൾ വളരുകയും അതിനനുസരിച്ച് കൊണ്ട് വിദ്യാഭ്യാസം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വായനയെ കൊണ്ട് മാത്രമേ മെച്ചമുള്ളൂ. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അനിശ്ചിതമായ ഭാവി മുൻനിർത്തി ഓൺലൈൻ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. കളിക്കാനായി മക്കൾക്ക് പുറത്തിറങ്ങാനോ സ്കൂളിൽ പോകാനോ ഒന്നും കഴിയാതെ നിത്യജീവിതത്തിൽ ഡിജിറ്റൽ മാധ്യമത്തിലേക്ക്, ഓൺലൈൻ മാധ്യമത്തിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വായന വളരെ മുൻപന്തിയിലാണ്. വായന കൊണ്ട് മക്കളുടെ മാനസിക സംഘർഷം കുറയ്ക്കുകയും അതുവഴി നല്ലൊരു റിലാക്സേഷൻ ലഭിക്കുകയും മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്തത് VIBGYOR ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജെയിംസ് സാറും അതുപോലെ ഓസ്ട്രിയയിലെ ഫാദർ ബോണിയച്ചനുമാണ്. സെന്റ് മേരീസ് ക്ലബിന്റെ ഡയറക്ടറുമായ ബോണിയച്ചനുമാണ്. അവരെ ഒത്തിരി സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികൾ മുന്നോട്ട് നടത്താൻ ജെയിംസ് സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ നടന്ന് എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബെന്നി ചേട്ടാ. അടുത്തതായിട്ട് നമുക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് അലസ്റ്റിൻ സജിയെ ക്ഷണിക്കുന്നു. സാറേ കേൾക്കാം, പറഞ്ഞു. നമസ്കാരം. അക്ഷരങ്ങളുടെ ആകാശം സ്വന്തമാക്കാൻ, അറിവിന്റെ മൈൽപ്പേലി തുണ്ടുകൾ പെറുക്കിയെടുക്കാൻ, ഞങ്ങളുടെ ഉള്ളിലെ വിവിധങ്ങളായ കഴിവുകളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വളർത്താൻ, ആകാശത്തോളം സ്വപ്നങ്ങൾ കാണാൻ ഞങ്ങൾക്ക് പ്രചോദനവും തണലുമാണ് ഈ പ്രോഗ്രാം. നടന്നു തീർത്ത വഴികളെല്ലാം നടക്കാനുള്ള വഴികളാണ് പ്രധാനമെന്ന് കാണിച്ചു തരുന്നവയാണ് ഓരോ ഇന്ററാക്റ്റീവ് സീരീസും. വേറിട്ട ചിന്തകൾ, നൂതനമായ ആശയങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ആവേശകരം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സെക്ഷനാണ് ഇന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ബുക്ക് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മവും ഇവിടെ നടക്കുകയുണ്ടായി. IAS എന്ന സ്വപ്നം എങ്ങനെ കൈപ്പിടിയിലാക്കാമെന്നും ലക്ഷ്യം നേടാൻ എന്തൊക്കെ ചെയ്യണമെന്നും നാം മനസ്സിലാക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട സബ് കളക്ടറിലൂടെ. ഏറെ ആവേശകരമായിരുന്നു മാമിന്റെ വാക്കുകൾ.
ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച് വളരെ പ്രയോജനകരമായ വാക്കുകളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിച്ച കോർപ്പറേറ്റ് മാനേജർ റഫറൻറ്റ് ഫാദർ സിജോ അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുകയും ഇത്രയും സമയം നമുക്കായി ചെലവഴിച്ച് നമ്മെ പുതിയ വഴികൾ കണ്ടെത്തി ലക്ഷ്യം നേടാൻ പ്രചോദനമേകുകയും ചെയ്ത ബഹുമാനപ്പെട്ട സബ് കളക്ടർ മിസിസ് അനുകുമാരി IAS അവർക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ റഫറൻറ്റ് ഫാദർ സെബാസ്റ്റ്യൻ കീഴത്തച്ഛനും റഫറൻറ്റ് ഫാദർ ബോണി അച്ഛനും നന്ദി പറയുന്നു. സ്കൂളിന് നെടുംതൂണായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി സ്കൂളിനെ മുൻപോട്ട് നയിക്കുകയും ഇന്നത്തെ ചടങ്ങിൽ ആശംസ അറിയിച്ച് സംസാരിക്കുകയും ചെയ്ത ആദരണീയരായ IJMHSS ഹെഡ്മാസ്റ്റർ ബഹുമാനപ്പെട്ട സണ്ണി സാറിനും സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോൺസൺ സാറിനും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തട്ടെ. സ്കൂളിന്റെ ഏത് ആവശ്യത്തിനും തങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഓടിയെത്തി നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുകയും ഇന്നത്തെ പരിപാടിയിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്ത PTA പ്രസിഡന്റുമാരായ ബഹുമാനപ്പെട്ട തങ്കച്ചൻ അവർകൾക്കും ബഹുമാനപ്പെട്ട ബെന്നി അറക്കമാടിൽ അവർകൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ച എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. ഓരോ വിദ്യാലയത്തിൽ നിന്നും ഫിലിസ്റ്റീൻ സ്കൂളിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള അധ്യാപകരുണ്ട്. അവർ ഞങ്ങൾ ഏതെങ്കിലും ദിവസം ക്ലാസ്സിൽ കയറാൻ വിട്ടുപോയാൽ ഞങ്ങളെ വിളിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം ബുക്ക് ക്ലബിന് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 18 പുസ്തകങ്ങൾ വീതം തന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ സെന്റ് മേരീസ് ഹബും വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായിട്ടാണ്. സെന്റ് മേരീസ് ഹബിലെയും വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും മുഴുവൻ പ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ജെയിംസ് സാറിനാണ്. നന്ദി എന്ന 2 അക്ഷരം മതിയാവില്ലെന്നറിയാം. ഇന്നത്തെ ഈ പ്രോഗ്രാം ഞങ്ങൾക്കായി സംഘടിപ്പിക്കുകയും അതിനായി അക്ഷീണം പ്രയത്നിക്കുകയും അത് വിജയകരമായി തീർക്കുകയും അതോടൊപ്പം ഞങ്ങളുടെ കഴിവുകളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വളർത്തുവാനും ആകാശത്തോളം ഉയർത്തുവാനും തെറ്റുകൾ കാണുമ്പോൾ സ്നേഹപൂർവ്വം ശാസിച്ച് ഒരു പിതാവിന്റെ സ്നേഹത്തോടും കരുതലോടും കൂടെ ഞങ്ങളെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയിംസ് സാറിന് നന്ദിയുടെ നറുമരുകൾ അർപ്പിക്കുന്നു. ഒരു പരിപാടിയുടെ വിജയം എന്നത് അതിലെ പങ്കാളിത്തമാണ്. തങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഇനി അടുത്തതായിട്ട് ദേശീയഗാനമാണ്. അതിനു മുൻപ് ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ ഉണ്ടായിരുന്ന ഇപ്പൊ നമുക്ക് 69 പേരാണ്. 69 പേർക്കും ഓരോ പുസ്തകങ്ങൾ കൂടി കിട്ടും. അത് അടുത്ത ദിവസം ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഈ അവസാനം വരെ ഉണ്ടായിരുന്നവർക്ക് ഇവിടെ നോക്കി എനിക്കറിയാം. അപ്പൊ അവസാനം ഇത് കഴിഞ്ഞ് ദേശീയഗാനമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. എല്ലാവർക്കും നന്ദി. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു. നമുക്കിനി തിങ്കളാഴ്ച കാണാം. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you, sir. Thank you, sir. എല്ലാവർക്കും നന്ദി. Thank you, sir. Thank you. Thank you, sir. Thank you, sir. എല്ലാവരും നന്നായിട്ട് ചെയ്തു കേട്ടോ. എല്ലാവർക്കും Thank you, sir. Thank you, sir.
Okay.